2025 ഒക്ടോബർ ആദ്യം ഒപ്പുവെച്ച ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രകാരം കരാർ പ്രാബല്യത്തിൽ വന്ന് 72 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ കൈവശമുള്ള ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ എല്ലാ ബന്ദികളെയും ഭീകരസംഘം മോചിപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ തുടർന്നുള്ള 2 മാസങ്ങളിൽ മൃതദേഹങ്ങൾ ഇടയ്ക്കിടെ കണ്ടെത്തുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തതിനാൽ മരിച്ച ബന്ദികളുടെ കൈമാറ്റം വളരെ കാലം നീണ്ടുനിന്നു. ഗാസയിൽ തടവിലാക്കപ്പെട്ട അവസാന ബന്ദിയുടെയും മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ ഇസ്രായേലിനെ ആക്രമിച്ച് 843 ദിവസങ്ങൾക്ക് ശേഷമാണ് മാസ്റ്റർ സർജന്റ് റാൻ ഗുലിയുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കിഴക്കൻ ഗാസ നഗരത്തിലെ ഒരു മുസ്ലിം സെമിത്തേരിയിൽ ഞായറാഴ്ച മുതൽ നടത്തിയ തിരിച്ചലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുലിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് അസാധാരണ നേട്ടമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. താൻ വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാ ബന്ദികളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗാസയിലെ 2ാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് നിരായുധീകരണം നടത്തണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഗുലിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ നൽകാൻ ഹമാസ് ഭീകര സംഘടന വളരെ കഠിനാധ്വാനം ചെയ്തുവെന്നും ഇനി ഹമാസിനെ നിരായുധീകരിക്കേണ്ടതുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ സമാധാന കരാറിന്റെ അടുത്ത ഘട്ടം ഗാസയുടെയും ഈജിപ്തിന്റെയും അതിർത്തി വീണ്ടും തുറക്കുന്നതായിരിക്കും. ഇത് പാലസ്തീനികളെ ഇരു ദിശകളിലേക്കും സഞ്ചരിക്കുവാൻ പ്രാപ്തരാക്കും. അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക, ഇസ്രായേലി സൈനികരെ പിൻവലിക്കുക, ഗാസ പുനർനിർമ്മിക്കുക എന്നിവയും വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്.